Mammootty and I never had a problem. We were chill. അത് എൻ്റെ ആ ഒരു കവചത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നും എഫക്റ്റ് ചെയ്യില്ല. That's the beauty of this. To be very honest, I'm surprised by my own answer. ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിത് പറയാൻ, പക്ഷേ I actually am. Yeah. So this is how the universe takes care of you, you know. I can't talk about it, to be honest, because ഇതുവരെയൊക്കെ ഞാൻ പാർവതി ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇനി എന്ത് പുതിയത് എന്നൊരു സംഭവം എപ്പോഴും ഉണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നതാണ്. ആ ഏരിയ വിട്ടിട്ട് എനിക്ക് ക്യൂരിയസ് ആയിട്ട് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഈ ഡാൻസ് എന്ന് പറയുന്ന സംഭവം ഭരതനാട്യം ട്രെയിൻഡാണ്. എന്തെങ്കിലും ഡാൻസ് പാർവതി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഐ തിങ്ക് വിനു ഡാൻസ് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ അങ്ങനെ വഴിയില്ല. കാര്യം ഞാനൊരു 10 വർഷത്തോളം ക്ലാസ്സിനൊക്കെ പോയി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു ആക്റ്റീവായിട്ട് അതിൽ നിന്ന് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ഫിലിമിൽ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് ദർ ഇസ് എ ഡാൻസ് സീൻ ഓർ സംതിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാൻസ് സ്റ്റെപ്പ് പഠിക്കുമ്പോൾ ആ കൊറിയോഗ്രാഫേഴ്സ് പറയുമായിരുന്നു ഭരതനാട്യം അല്ല എന്ന് പറയും. അവർ ചിലപ്പം തപ്പാങ്കൂത്തോ അല്ലെങ്കിൽ ജാസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എൻ്റെ ബോഡിയിലുള്ളൊരു ചെറിയ മസിൽ മെമ്മറി ഉണ്ട് ഇപ്പോഴും. എൻ്റെ ആർച്ചും കാര്യങ്ങളൊക്കെ ഒരു അടവ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഇതിലേക്ക് പോവും. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല, പക്ഷെ അതിൽ മാത്രം ട്രെയിൻഡ് ആയ ഒരാളുടെ മസിൽ മെമ്മറി ആയിരുന്നിരിക്കാം. പക്ഷെ അതല്ലാതെ ഞാൻ ഡാൻസിൽ ആക്ച്വലി അങ്ങനെ ഒരു ആക്റ്റീവ് ഇൻഫ്ലുവൻസ് ഞാനായിട്ട് ഡ്രോ ചെയ്തെടുത്തിട്ടില്ല. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എനിക്കെന്താ അറിയുമോ, എനിക്ക് ക്ലാസ്സിൽ പോവാന്ന് പറയുന്നത് അത് എനിക്ക് തന്നെ ഒരു പ്ലഷർ കിട്ടുന്നൊരു സംഭവമാണെങ്കിൽ ഓക്കെ. അല്ല, ഈ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ട് പരീക്ഷ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസിനോടുള്ള എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഉണ്ടായിരുന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ ഓഫ് മൈൽ സ്റ്റോൺ ആണ്. അത് കഴിഞ്ഞാൽ വേറെ മൈൽ സ്റ്റോൺ. എനിക്ക് അതൊക്കെ ഒരു പ്രഷറായിട്ടായിരുന്നു ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഡാൻസിൽ നിന്നുള്ള ജോയിന് പകരം ഐ ഫെൽറ്റ് മോർ പ്രഷേർഡ്. അത് ചിലപ്പോൾ എൻ്റെ ഒരു മേക്ക് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. എനിക്കതൊരു എക്സാം അത് തീർന്നു കഴിഞ്ഞാൽ മനസ്സമാധാനം അങ്ങനെ. പക്ഷേ എന്താ ഒരു ഗീതം അല്ലെങ്കിൽ വർണ്ണം ഇത് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു ജോയ് ഉണ്ടല്ലോ, നമ്മളായിട്ടത് പെർഫോം ചെയ്യുന്നതിൻ്റെ ജോയ് അങ്ങനെ ആ ഒരു പ്രായത്തിൻ്റെയും കൂടെ ആയിരിക്കാം ഐ ഡിഡ് നോട്ട് ഗെറ്റ് എ ചാൻസ് ടു എൻജോയ് ഇറ്റ്. പഴയ സിനിമകളായിരുന്നെങ്കിൽ ഡാൻസ് സീക്വൻസ്, സോങ് സീക്വൻസ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമകളിൽ പ്രത്യേകിച്ചും പാർവതി ചെയ്യുന്ന മാത്രമല്ല സിനിമ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അതിൻ്റെ. ബട്ട് ഓൾസോ ഐ ഹാവ് ഡൺ ഇറ്റ്. ഞാൻ കന്നഡ ഫിലിമിൽ പോയിട്ട് മറ്റേ ആ സ്വിറ്റ്സർലൻഡിൽ സാരി പറത്തിയിട്ടുള്ള ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അത്രയും അതിന് വിസിബിലിറ്റി കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി കന്നഡ ഫിലിംസിലൊക്കെയാണ്. തമിഴിലും കുറച്ച് ഈ ഡാൻസ് സ്റ്റെപ്പുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണെന്ന് തോന്നുന്നു ചങ്ങാതിക്കൂട്ടം, നമ്മുടെ നോട്ട്ബുക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഫ്ലാഷിലൊരു പാട്ടുണ്ട് മൈ സ്റ്റോറി. ആഫ്റ്റർ എ ലോങ് ടൈം ഐ ഡിഡ് മൈ സ്റ്റോറി. ഞാൻ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഗെസ് പറഞ്ഞത്. അതിൽ കുറേ കാലമായി അങ്ങനത്തെ ഒരു ജോണർ ചെയ്തിട്ട്. നമുക്ക് ഒരു പ്രഷർ തരുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് അട്രാക്റ്റഡ് ആവുന്നതും അത് ചെയ്യണം എന്നാണ്, ഒരു ഹൈ തരുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എപ്പോഴും. ഹൈ തരുന്നത് പ്രഷറല്ല, ഹൈ തരുന്നത് രണ്ട് വ്യത്യാസമാണ് എനിക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാം എളുപ്പത്തിലായിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പ്രഷർ ഇപ്പം എൻ്റെ ജോലിയിലും പ്രഷറുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പം പ്രഷർ ഇവിടെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ജോയ് അതിനേക്കാളും വെയിറ്റ് കൂടി താന്ന് നിൽക്കണം. അതായിരിക്കും അത് ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റ് ആയാൽ ഐ വിൽ ബി വെരി ഹാപ്പി. ചെയ്ത ക്യാരക്ടേഴ്സിനെല്ലാം ഇത് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദം ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊക്കെ ഞാൻ ആ കാൽക്കുലേഷൻ കുറച്ചൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ആൻഡ് ഐ എം നോട്ട് കാൽക്കുലേറ്റിംഗ് മച്ച്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 years ആൻഡ് സംടൈംസ് ഞാൻ ആക്ടേഴ്സിനെ വേറെയുള്ള ആക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഐ വണ്ടർ ഹൗ ദേ ഇപ്പോഴും എങ്ങനെ അവർക്ക് ഇത്രയും എനർജി ഉള്ളത് ടു കണ്ടിന്യൂ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട്. എനിക്കിപ്പം അതിൽ നിന്ന് വരുന്നൊരു ക്ഷീണമുണ്ട്. ആ ക്ഷീണം എനിക്കത് ഭയങ്കര പാൽപ്പബിളാണ്. സോ ഐ ടേക്ക് മൈ ടൈം. ഒരു ചെറിയ ഓഫ് ടൈമൊക്കെ എടുക്കുമ്പോഴാണ് പിന്നെയും എനിക്ക് ഇതിലോടുള്ള ഒരു റെജുവിനേഷൻ തോന്നാറ്. ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നായിരിക്കും തോന്നിയിട്ടില്ല. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇനി വേറെ തരത്തിൽ എന്തെങ്കിലും കിട്ടിയാലേ എനിക്കൊരു കുറച്ചൊരു ഊർജ്ജം വരുള്ളൂ. ഈ ഓഫ് ടൈം എന്ന് പറയുമ്പോഴാണ് പാർവതി ഒരു പീരീഡിൽ സിനിമയിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഒരു
ബ്രേക്ക് മീൻസ് ആദ്യം വിനോദയാത്ര പോലെയുള്ള ചെറിയ ക്യാരക്ടർ ഓറിയൻറ്റഡ് 3 സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ട് കന്നഡയിൽ പോയി, തമിഴിൽ പോയി, പിന്നീട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ബ്രേക്കിൽ പാർവതി റിയലൈസ് ചെയ്ത കാര്യങ്ങളാണോ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിനു, ടു ബി ഓണസ്റ്റ്, അതൊരു പുറത്തുനിന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ദാറ്റ് ഞാൻ ബ്രേക്ക് എടുത്തു എന്നുള്ളത്. വർക്ക് കിട്ടാത്ത ടൈമായിരുന്നു അത്, മനസ്സിലായോ? സോ ഞാൻ തുടക്കത്തിലൊരു ആദ്യത്തെ ഒരു 3 വർഷം ഈ ക്യാരക്ടർ റോൾസ്, എൻ്റെ മനസ്സിൽ ക്യാരക്ടർ റോൾ എന്നുള്ളൊരു റോളില്ല. എൻ്റെ മനസ്സിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലീഡ് ക്യാരക്ടർ റോൾസ് എന്നുള്ളൊരു വിഭജനം എന്നെ ഒരിക്കലും അത് എനിക്കൊരു രീതിയിലും എനിക്ക് സെർവ് ചെയ്യാത്തൊരു നോഷനാണ് ആക്ടർ എന്ന നിലയിൽ. ചിലപ്പോൾ കരിയർ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പിക്ക് ചെയ്ത് ചൂസ് ചെയ്താൽ നമുക്കൊരു അങ്ങനെ ഒരു ആംബിഷൻ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്ക് ക്യാരക്ടർ റോൾസ് ആദ്യം കിട്ടി, ഇവൻച്വലി ലീഡ് റോൾസ് കിട്ടി. ഈ ക്യാരക്ടർ റോൾസും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ആർക്കറിയാം, ഞാൻ ചെയ്യുമ്പം ഞാനല്ല അതിൻ്റെ ലീഡ്, അല്ലെങ്കിൽ കൂടെ ചെയ്യുമ്പം പൃഥ്വിൻ്റെയും നസ്രിയൻ്റെയും സിനിമയാണത്. പക്ഷെ അതിൽ സോഫി ക്യാരക്ടർ കോൺസിക്വൻഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. കഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ തുടക്കത്തിൽ അത് ചെയ്ത് കഴിയുമ്പം ഒന്നാമത് നമുക്ക് റോൾസ് കിട്ടുന്നത് യെസ് പറയാൻ തോന്നുന്ന റോൾസ് ആയിരിക്കണം. അല്ലെങ്കിൽ റോൾസ് കിട്ടാതെ തന്നെ പോയിട്ടുള്ള ഒരു 1.5 വർഷമുണ്ട്. ആ സമയത്തൊക്കെ നമുക്കിങ്ങനെ ഇറ്റ്സ് ഓൾ വെരി ഡിഫിക്കൽട്ട് ടൈം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു 6-7 വർഷത്തിലുള്ള എന്നെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, മീഡിയയും ഞാനും തമ്മിലുള്ളത്, അല്ലെങ്കിൽ പ്രേക്ഷകരും ഞാനും തമ്മിലുള്ള ഒരു ഓപ്പൺനെസ്സും കോൺട്രവേഴ്സീസ് കഴിഞ്ഞിട്ടുള്ള ഞാൻ എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഹസ് മെച്യൂർഡ് എ ലോട്ട് മോർ. പക്ഷെ അന്ന് തുടക്കത്തിലുള്ള ആദ്യത്തെ 8 വർഷം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിലും പടം കിട്ടാതിരിക്കുന്ന സമയത്ത് വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ് എന്നുള്ള തോന്നലുകളും അതൊക്കെ എന്നെയും ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ദ വിയർഡ് തിങ്. ഒരു സക്സസ്, അതായത് കമേഴ്ഷ്യൽ സക്സസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ഫോർഗെറ്റ് അതിന് മുമ്പത്തുള്ള വർഷങ്ങൾ എന്തായിരുന്നു. പക്ഷേ എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. സോ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ട ലൈഫിൽ നിന്ന് റിയലൈസ് ചെയ്തത്. കാര്യം ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ വേറെ എന്ത് ജോലിയോ അല്ലെങ്കിൽ വേറെ എന്ത് പഠിത്തത്തിനാണെങ്കിലും എന്തിലെങ്കിലും പോവായിരുന്നു. പക്ഷേ ഇൻ ദാറ്റ് 1 ഇയർ ഞാൻ എൻ്റെ MA ചെയ്ത് തീർത്തു. ആ പഠിക്കുന്ന സമയത്തും ഐ കെപ്റ്റ് സെയിങ്, ഞാൻ നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വർക്ക് എനിക്ക് വരുമായിരിക്കും, നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ആ വെയിറ്റിൻ്റെ ഏകദേശം ഒരു അവസാനമായപ്പോഴാണ് മരിയാൻ്റെ ഫിലിം ഓഫർ വന്നതും ഞാൻ ഓഡിഷൻ ചെയ്തിട്ട് എനിക്ക് ആ റോൾ കിട്ടിയത്. ഏത് പീരീഡാണ് പാർവതി ഏറ്റവും ഇപ്പോഴും ഭയങ്കര ചെറിഷിംഗ് ആയിട്ട് ഓർക്കുന്നത്? അതായത് ആങ്കറിങ് ഓൾ സെയിൻസ് ട്രിവാൻഡ്രം ഒരു ടൈം ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് എൻ്റർ ചെയ്ത ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കന്നഡയിൽ പോവുകയും ബ്രേക്ക് എടുക്കുകയും പിന്നെ ഇപ്പോൾ ഉള്ള ഒരു പീരീഡ്, പല കാലങ്ങളാണ്. ഇതിൽ ഏറ്റവും ചെറിഷിംഗ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഓർക്കുന്ന ഒരു പീരീഡ്? എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ ഹാപ്പിയസ്റ്റ് ഇപ്പോഴാണ്, ടു ബി വെരി ഓണസ്റ്റ്. എനിക്കെന്നാൽ ആ സമയത്ത് അതിനുള്ള ഒരു ചെറിയ ചെറിയ ബിറ്റ്സും പീസസൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ജെനുവിൻലി എനിക്കതങ്ങനെ ഇതിന് മുമ്പൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ 2 വർഷം മുമ്പ് കോവിഡിനൊക്കെ മുമ്പുള്ള കാലം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പാസ്റ്റിലുള്ള ഒരു പീരീഡ് പറയുമായിരുന്നു. പക്ഷേ ഐ തിങ്ക് കോവിഡ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്. വിവ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. നമുക്ക് ബന്ധത്തിലുള്ള ആരും എനിക്കങ്ങനെ ഒരുപാട് പേര് കോവിഡ് കാരണം നഷ്ടപ്പെട്ടിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ കോവിഡിലുള്ള ആ ടൈം ഓഫ് നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് റിയലൈസേഷൻസ് ഉണ്ട്. അത് കാരണം ഞാൻ ആക്റ്റീവായിട്ട് ചിന്തിച്ച് ഉത്തരം പറഞ്ഞതല്ല. പക്ഷെ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു പീരീഡ് ഇൻ മൈ ലൈഫ് ഐ എം വെരി ഹാപ്പി. ഐ ഹവ് ഗോൺ ത്രൂ സം വെരി ടഫ് ടൈംസ്, ആസ് എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്ക് തിരിച്ച് ആ കാലത്ത് പോകണം എന്നോ അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോ ഇപ്പോൾ തോന്നാറില്ല. എല്ലാം എനിക്കിപ്പോൾ സത്യം പറഞ്ഞൊരു ബ്ലറാണ് പാസ്റ്റ്. ആ സമയത്ത് ഞാൻ എന്തായിരുന്നോ എൻ്റെ അപ്പത്തെ ആ റോള് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി മുമ്പോട്ട് പോകുന്നതിൽ ഈ ഒരു ജോയ്, ഈ ഒരു ഇപ്പോഴുള്ളൊരു ഹാപ്പിനെസ്സിലാണ് ഞാൻ. സോ സത്യമായിട്ടും പറയുകയാണ്, ഞാൻ ഐ എം ആക്ച്വലി റൈറ്റ് നൗ വെരി ഹാപ്പി. നോട്ട് ജനറലി അബൌട്ട് എവറിത്തിങ് ഇൻ ലൈഫ്. എനിക്കും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറിഷ് ചെയ്യുന്ന ടൈം ഇസ് നൗ. ടു ബി വെരി ഓണസ്റ്റ്, ഐ എം സർപ്രൈസ്ഡ് ബൈ മൈ ഓൺ ആൻസർ. ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിത് പറയാൻ. പക്ഷേ ഐ ആക്ച്വലി പാർവതി ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും പാർവതി ഇടപെട്ടിട്ടുള്ള വിഷയങ്ങളും, പാർവതി എന്ന് പറയുന്ന ആൾ എന്താണ് എന്നുള്ളത് ഒരു ആക്ടറിനെപ്പോഴും ആൾക്കാർക്ക് അറിയാം. പക്ഷേ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ബാഗേജ് ഉണ്ടാവും എപ്പോഴും. അതിനെ കൂടി ഓവർകം ചെയ്ത് വേണം പാർവതിയുടെ പെർഫോമൻസ്, പാർവതി ഒരു ആക്ടർ എന്നുള്ള രീതി പ്രൂവ് ചെയ്യാൻ എന്നതൊരു ഓവർ ബർഡനായിട്ട് തോന്നിയിട്ടുണ്ടോ? No, I think that's a great question, Vinu. Because എനിക്ക് പണ്ട് there was something
don't know who said this. I think it was Sean Penn or Nasruddin Shah. It could be either one of these amazing actors. They said in one of their interviews that I don't want to do advertisements because I don't want to think that ഞാനൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് വിറ്റിട്ടുള്ള ഒരാൾ തന്നെ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ അതിലേക്ക് ഞാൻ നിറഞ്ഞ എല്ലാ സ്ഥലത്തും നിൽക്കുമ്പോൾ സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മളൊരു സിനിമ കാണാൻ ചെല്ലുമ്പം നമുക്കറിയാം ഷാറൂഖ് ഖാനാണ് അഭിനയിക്കുന്നത്, നമുക്കറിയാം ഷാറൂഖ് ഖാനാണെന്ന്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അയാൾ കരയുമ്പോൾ നമ്മൾ അയാളുടെ കൂടെ കരയുന്നു. അയാൾ ചക് ദേ ഇന്ത്യയിലെ കോച്ചാണ്. നമുക്ക് അത് ഫീൽ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ആക്ടറാണ്, എനിക്കറിയാം സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാം. അറിഞ്ഞിട്ട് പോലും ഞാനൊരു തിയേറ്ററിൽ കയറി കഴിഞ്ഞ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ യു സസ്പെൻഡ് ദാറ്റ് ഡിസ്ബിലീഫ്. എന്നുവെച്ചാൽ ഇയാൾ ഈ ക്യാരക്ടറല്ല, ഇയാൾ ഷാറൂഖ് ഖാനാണ് എന്നുള്ളത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് അത് സസ്പെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് വി ട്രാവൽ വിത്ത് ഇറ്റ്. അത് ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും നമ്മൾ മാറി നിൽക്കണം എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. അത് ഞാൻ ചെയ്തിരുന്നു അൺടിൽ ദ കളക്റ്റീവ് വരുന്നവരെ. ഞാനൊരു ഫിലിമിൻ്റെ റിലീസ് ഉണ്ടാവണം എന്ന് വരെ അല്ല, ആ സമയത്ത് മാത്രമേ ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു പബ്ലിക് ഇവൻസിനൊന്നും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. എനിക്ക് അവാർഡ് കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പുള്ള ഇവൻസിനൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പോയിരിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. എന്നെ എത്ര ആൾക്കാർ കുറവ് കാണുന്നോ അത്രയും എൻ്റെ ക്യാരക്ടേഴ്സിന് കൂടുതൽ ബിലീഫ് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ബിലീവബിലിറ്റി കിട്ടും എന്നുള്ള ഒരു സംഭവം. ബട്ട് ദാറ്റ് ഗോട്ട് ടെസ്റ്റഡ് ബിക്കോസ് ആക്ടിവിസം സ്പേസിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ യു കോൺസ്റ്റൻ്റ്ലി ടോക്കിംഗ് അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് സഡൻലി ഒരു ആക്ടർ മാത്രമല്ല. സോ ആദ്യത്തെ 2-3 വർഷം ഞാൻ അതുമായിട്ട് കുറച്ചൊന്ന് ഒരു ചെറിയൊരു ഫൈറ്റിലായിരുന്നു. ചെയ്യണമല്ലോ, ഇതും ചെയ്യണമല്ലോ. ഇപ്പം ഞാനത് രണ്ടും ആ ഒരു സ്ട്രഗിളിനെ ഞാൻ അങ്ങ് സസ്പെൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഓക്കെ, എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ബെസ്റ്റ് ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ ചെയ്യും. ഇൻ ദ ബെസ്റ്റ് ഐ വിൽ ഡു. അതിനൊരു കാൽക്കുലേറ്റീവ് അപ്രോച്ച് ഒന്നും ചെയ്യേണ്ട. ബിക്കോസ് എനിക്ക് രണ്ടും കൈവിടാൻ കഴിയില്ല. അത് കാര്യത്തിൽ എനിക്ക് എത്രയോ ആൾക്കാർ പറഞ്ഞു, ഇൻഡസ്ട്രിയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയാലേ അവർ മിണ്ടുള്ളൂ. അവർക്കത് ആ ലക്ഷറി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇറ്റ്സ് ദാറ്റ് ഐദർ മോസ്റ്റ് ഓഫ് ദെം ആർ മെൻ, they don't get affected by these things because they don't have these problems. I do. അപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. യാ, പുഴുവിലേക്ക് വരുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹത്തെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. പാർവതി പുഴു എക്സൈറ്റ് ചെയ്യിച്ചത് എന്തുകൊണ്ടാണ്? 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒറ്റ കാര്യം എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. I was very excited Ratina is doing the project. Ratininte കൂടെ ഞാൻ ഉയരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉയരയിൽ ഷി വാസ് ദി EP ഇൻ ദ പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ ആ സ്പേസിൽ നിന്ന് ഇൻഡസ്ട്രി ഈസ് ഗെറ്റിംഗ് അനദർ ഡയറക്ടർ ഹൂസ് എ വുമൻ. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. സെക്കൻഡ് തിങ് ഈസ് ഹർഷദ് കെ എന്നെ വിളിച്ചിട്ട് കഥ പറഞ്ഞത്. ഞാൻ കഥ ഫോണിലൂടെ ആയിരുന്നു, ഒരു സിനോപ്സിസ് പോലെയാണ് പറഞ്ഞത്. ഞാൻ വളരെ ചുരുക്കം ഘട്ടങ്ങളിലെ ഞാൻ ഒരു ഫോൺ കോൾ സിനോപ്സിസ് കേട്ടിട്ട് ഒരു പ്രോജക്റ്റ് യെസ് പറയാറുള്ളൂ. പക്ഷേ ഈ പ്രോജക്റ്റിൻ്റെ സിനോപ്സിസ് കേട്ടു, രതീനെയാണ് ഡയറക്റ്റ് ചെയ്തതെന്ന് മനസ്സിലായി, സ്ക്രിപ്റ്റ് ഹർഷദ് ഖേൻ്റെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ സിനോപ്സിസിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന 2 ആൾക്കാർ, ഈ സിനോപ്സിസിന് നല്ല രീതിയിൽ ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുന്ന 2 ആൾക്കാരാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളത് കിട്ടി. പിന്നെ ജോർജ് ഏട്ടൻ വന്നു, ജോർജ് ഏട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ഒരു കമ്പനിയിൽ കുറച്ച് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് എന്തായാലും കേൾക്കണം എനിക്ക്. സ്ക്രിപ്റ്റ് വായിച്ചപ്പം ആ 3ാമത്തെ കാര്യം കറക്റ്റാണെന്നും എനിക്ക് മനസ്സിലായി. വിച്ച് ഇസ് മമ്മൂക്ക ഈ ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലമായിട്ട് പറഞ്ഞു വരുന്നൊരു സംഭവമുണ്ട്. ക്യാരക്ടർ എങ്ങനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യം, റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യം, അതിനെ പറ്റിയിട്ടൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്തിട്ടും ഹരാസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ ശരിവെക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. അതിനെ ശരിവെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റും സിനിമയുമായിരിക്കും ഇത്. ഞാൻ പറയാൻ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയത്തെ എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളൊരു സംഭവത്തിനോട് ഒരു കണക്ഷൻ ഉണ്ട് ഈ പടത്തിന്. അപ്പോൾ അതും കൂടി ആയപ്പോൾ എനിക്കത് ബോണസ് പോയിൻ്റ് ആയിരുന്നു. മീൻസ് ലൈക്ക് ക്യാരക്ടർ, ഇങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടർ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, ഒരു ലൈക്ക് ഹി സെഡ് ഇറ്റ്സ് എ ചാലഞ്ചിങ് ക്യാരക്ടർ ടു ഡു. സോ ഐ തോട്ട് ഇൻ എവറി വേ ഇറ്റ്സ് എ വിന്നർ ദിസ് പ്രോജക്റ്റ്. ഈ പാർവതി ലൈഫിൽ നേരിട്ട ഒരു വലിയ സ്ട്രഗിൾ എന്നുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഈ സിനിമയുടെ അനൗൺസ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുഡ് ബി, യാ. ആ അനൗൺസ്മെൻറ്റ് ഈ ഏതെങ്കിലും രീതിയിൽ അതിനൊരു കറേജ് തന്നിട്ടുണ്ടോ പാർവതി? Not really. I would say that, see, Mammootty and I never had a problem. We were chill the whole time. Everybody else seemed to have a problem.
ഞാൻ എന്താണ് എക്സാക്ട്ലി പറഞ്ഞതെന്നുള്ള ഹീ ന്യൂ ആൻഡ് ഹീ ഹാഡ് നോ പ്രോബ്ലംസ് വിത്ത് ഇറ്റ്. അപ്പോൾ ഓൺ സെറ്റ് ആണെങ്കിലും മമ്മൂക്കയും ഞാനും വർക്ക് ചെയ്യുന്ന സമയത്ത് വി ഹാഡ് എ വെരി ദ ഗുഡ് തിങ് അബൌട്ട് ഹിം ഈസ് ദറ്റ് ഹി നെവർ ആക്ട്സ് ലൈക്ക് ഹീ ഈസ് സമ്മൺ ബിഗ്. ഹീ ആക്ട്സ് വെരി ഈക്വലി വിത്ത് എവറിബഡി. ലൈക്ക് ഓൺ സെറ്റ് ആസ് എ പെർഫോമർ ഐ എം സെയിങ്, യുനോ, അതിൽ കവിഞ്ഞ് നമ്മളൊന്നും അറിയേണ്ട കാര്യവുമില്ല. ലൈക്ക് വി ഡോണ്ട് ഹാവ് ടു ബിക്കം ബെസ്റ്റ് ഫ്രണ്ട്സ് ഓർ എനിത്തിങ്, ബട്ട് വി ക്യാൻ ബി റെസ്പെക്ട്ഫുൾ ഓഫ് ഈച്ച് അതർ. അത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാവുക ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കോ ആക്ടറിനാണെങ്കിലും ഡയറക്ടറിനാണെങ്കിലും. ആൻഡ് മമ്മൂക്ക ഹാസ് ദാറ്റ് ആൻഡ് ഐ റിയലി റെസ്പെക്ട് ദാറ്റ്. പക്ഷേ ഈ പ്രോജക്റ്റിൻ്റെ ഒരു എൻറ്റയറിറ്റി, അതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് a lot of people I know asked me, how could you work with him? He did a movie, you know, മറ്റേ അങ്ങനത്തെ സിനിമ, മമ്മൂട്ടീനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് why will you work with him? അപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു. ഐ സെഡ് ഞാൻ മമ്മൂട്ടീനെ അല്ല ക്രിട്ടിസൈസ് ചെയ്തേ, ഐ നെവർ ക്രിട്ടിസൈസ്ഡ് ഹിം. ഐ ക്രിട്ടിസൈസ്ഡ് certain വേ ഓഫ് മേക്കിംഗ് എ ഫിലിം, certain ക്യാരക്ടേഴ്സ് അതിനെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യണു എന്നുള്ളതിനെ പറ്റി ഞാൻ മിണ്ടിയിട്ടുള്ളൂ. പിന്നെയും ആ കോൺവെർസേഷൻ കുറേ കണ്ടിന്യൂ ചെയ്തു. പിന്നെയും ദേ ആസ്ക്ഡ് മീ, പക്ഷേ പ്രശ്നം തോന്നിയില്ല അവർക്ക്. ഞാൻ പറഞ്ഞു ഐ ഹാഡ് നോ പ്രോബ്ലം, ബിക്കോസ് പടം റിലീസാകുമ്പം യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ആൻഡ് വാട്ട് ഐ സെഡ് ആൻഡ് വൈ ഇറ്റ് ഈസ് ഗുഡ് ടു വർക്ക് വിത്ത് സമ്മൺ. ദാറ്റ് എല്ലാവരും കൂടെ ഉണ്ടാക്കിയെടുത്തൊരു നെറേറ്റീവാണ് ഈ ഒരു നമ്മൾ തമ്മിൽ ഭയങ്കര ആനിമോസിറ്റി ആണെന്നുള്ളത്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ ഫിലിം ദാറ്റ് വേ. അദ്ദേഹമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ? we have. I don't think I should say that publicly, because ഇപ്പം ഞാനും നമുക്ക് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ we can have that conversation. Because again, ഇത് how things get twisted, I don't want to feed that kind of a space. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ കോമെൻറ്റ് ഞാൻ IFFKൻ്റെ പോഡിയമിലിരുന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 days later we had a conversation about it, and he understood what I said, and he said, chill, it's all relaxed എന്ന് പറഞ്ഞു. And I was like, I'm also relaxed. Everybody else was losing their mind. So I had a problem, not because of ഞാൻ എന്താണോ പറഞ്ഞേ അതൊന്നും ആയിരുന്നില്ല. എനിക്ക് ഈ ദിസ് ഫാൻ ക്ലബ് സിറ്റുവേഷൻ ബിക്കംസ് ഒരു ഗുണ്ടായിസം ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ, ദിസ് ഇസ് നോട്ട്, അതെനിക്കല്ല, അത് ആർക്കാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു. അത് സൈബർ ഹറാസ്മെൻ്റ് ആവുന്നു, ഡെത്ത് ത്രെറ്റ് ആവുന്നു, റേപ്പ് ത്രെറ്റ്സ് ആവുന്നു, ആൾക്കാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടി വരുന്നു. ഓൾ ബിക്കോസ് ഐ ഹാഡ് എൻ ഒപ്പീനിയൻ അബൌട്ട് വൺ മൂവി. ഇറ്റ്സ് അൺനെസസറി. ആൻഡ് പാർവതി ഉണ്ടെങ്കിൽ ആ സിനിമ പാർവതി ഉള്ളതുകൊണ്ട് കാണില്ല എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഫേസ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. മാറി നിന്നിട്ടില്ല, ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആ സമയത്ത്. ഭാഗ്യത്തിന് ദർ ആർ സം പീപ്പിൾ ഹു വാണ്ടഡ് ടു വർക്ക് വിത്ത് മീ സ്റ്റിൽ. ലൈക്ക് മൈ സ്റ്റോറി റിലീസ്ഡ് അറൗണ്ട് ദാറ്റ് ടൈം. കൂടെ എപ്പോഴാണ് റിലീസ് ചെയ്തത്, കൂടെ മൈ സ്റ്റോറി കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫ്യൂ മന്ത്സ്. ഐ റിയലി തോട്ട് ദിസ് ഇസ് ഇറ്റ്, ഇതോടെ എനിക്ക് ഇനി ഓഫർ കിട്ടുന്നുണ്ടാവില്ല, ജോലി കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് വെൻ ഉയരെ ഹാപ്പൻഡ്. സോ ദിസ് ഇസ് ഹൗ ദ യൂണിവേഴ്സ് ടേക്സ് കെയർ ഓഫ് യു, യുനോ. അതിജീവനത്തിനെ പറ്റിയിട്ടാണ് ഉയരെ പറയുന്നുണ്ടെങ്കിൽ ഉയരയിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. I really respect Manu, Bobby Sanjay, and Sherga and the team, S-Cube Pictures, PV Gangadharan. Because PV Gangadharan's second film ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. PVGൻ്റെ നോട്ട്ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രോജക്റ്റ് ചെയ്യണം. സോ ഞാൻ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ തന്നെ ഈ ഇങ്ങനെ എന്ത് കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ടായാലും ഈ പ്രോജക്റ്റ് പാർവതി ചെയ്യണമെന്ന് തരുമ്പോൾ അതൊരു വലിയ വോട്ട് ഓഫ് കോൺഫിഡൻസ് ആണ്. ബിക്കോസ് ദേ ക്യാൻ ലൂസ് മണി, റൈറ്റ്? ഇതേപോലെ എല്ലാവരും ബാനൊക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ദേ ക്യാൻ ലൂസ് മണി. സോ ദാറ്റ് കൈൻഡ് ഓഫ് ട്രസ്റ്റ് ഇൻ യു ആസ് എൻ ആക്ടർ, I always count my blessings that they chose this. Whether I deserved it or not എന്നുള്ളതല്ല. Obviously as an actor I will do my best. പക്ഷേ ആ ഒരു ടൈമിങ്ങിൽ അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ അടുത്ത് വരിക എന്ന് പറയുന്നത് ഇസ് എ ബിഗ് തിങ്. അത് കഴിഞ്ഞ ഉടനെയാണ് വൈറസിൻ്റെ പ്രോജക്റ്റ് ഓഫറും വന്നത്. സോ ബാക്ക് ടു ബാക്ക് ഈ എന്താ പറയുക ഉയരെയും വൈറസും വരുന്നത് വാസ് മൈ വേ ഓഫ് സെയിങ് ദാറ്റ് ഓക്കെ, ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ, ഡോണ്ട് ലൈക്ക് മീ. യു ഡോണ്ട് വാണ്ട് ടു വാച്ച് മൈ ഫിലിംസ്, ഡോണ്ട് വാച്ച് മൈ ഫിലിംസ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആരെയും അതിൽ ഞാൻ കുറ്റം പറയില്ല. നിങ്ങൾക്ക് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്ന് എനിക്കൊരു വാശിയുമില്ല. ഇറ്റ്സ് ഓക്കെ. എനിക്കെല്ലാവരും ഇഷ്ടമല്ലല്ലോ. സോ വൈ വുഡ് ഐ സേ ദാറ്റ് എവ്രിബഡി ഷുഡ് ലൈക്ക് മീ? സോ ലോട്ട് ഓഫ് ഗുഡ് ലേണിങ്സ്. പക്ഷെ മാറി നിന്നിട്ടില്ല, ഞാനായിട്ട് എന്തായാലും മാറി നിന്നിട്ടില്ല. അപ്പോൾ അത് ക്യാരക്ടറിന് ഏതെങ്കിലും രീതിയിൽ, ആക്ടറിന് ഏതെങ്കിലും രീതിയിൽ anything can happen outside, anything can go on outside, but അത് എൻ്റെ ആ ഒരു കവചത്തിനുള്ളിലേക്ക് ഒന്നും എഫക്റ്റ് ചെയ്യില്ല. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ക്രാഫ്റ്റ് ഫോർ മീ. എന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എന്നെ നറിഷ് ചെയ്യുന്നതും എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നതും എല്ലാം ഈ ഒരു ജോലിയാണ്.
That way I'm very lucky to be doing this job. ഇപ്പം മലയാളത്തിന് പുറത്ത് കന്നഡയിലും തമിഴിലും ഒക്കെ പാർവതി ആക്റ്റീവായിരുന്ന ഒരു പീരീഡ് ഉണ്ട്. കന്നഡയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് കന്നഡയിലേക്ക്? കന്നഡയിൽ frankly speaking, I really had a good time working in Kannada because, be the directors ആണെങ്കിലും, പുനീത്തിൻ്റെ കൂടെ 2 ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് ശിവരാജ് കുമാറിൻ്റെ കൂടെ ശ്രീനഗര കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആ സമയത്ത് എനിക്ക് കിട്ടിയ റോൾസിൽ നിന്ന് ഐ യൂസ് ടു പിക്ക് ആൻഡ് ചൂസ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ കിട്ടണേ എന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് എസ്പെഷ്യലി ഒരുപാട് ലവ് സ്റ്റോറീസ് ആയിരുന്നു. ആൻഡ് ദിസ് the whole thing just felt very similar to the other thing. അതായത് ഹീറോ ഉണ്ടാവും, ഹീറോ ചിലപ്പോൾ ഒരു അണ്ടർവേൾഡ് ഇതിലായിരിക്കും, ആൻഡ് ദെൻ ഒട്ടും അറിയാത്തൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യും, എന്നിട്ട് അവർ ദി ഫോൾ ഇൻ ലവ് ആൻഡ് ദി ഗേൾ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ഹീസ് ലൈക്ക് എ ഗുണ്ട ഓർ സംതിങ് ആൻഡ് അങ്ങനെയൊക്കെ. സോ ദ തിങ് ഈസ്, ഈ ഒരു ട്രോപ്പ് ഇങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സോ ഐ സ്റ്റാർട്ടഡ് സെയിങ് നോ ടു എ ലോട്ട് ഓഫ് പ്രോജക്ട്സ്. എനിക്ക് തോന്നി കുറേ കഴിഞ്ഞിട്ട് രക്ഷിത് ഷെട്ടീൻ്റെ സിനിമ, പവൻ്റെ ഫിലിംസൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ്, ലൂസിയ എന്നൊക്കെ പറഞ്ഞ ഫിലിംസ് വന്നപ്പോഴാണ് ഐ വാസ് ലൈക്ക്, ഇങ്ങനത്തെ പടങ്ങളും കന്നഡയിൽ വരുന്നുണ്ട്, ഐ വുഡ് ലവ് ടു ബി എ പാർട്ട് ഓഫ്. പക്ഷെ അത് ഐ ഡി നെവർ ഗോട്ട് ഇനി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളെ വിട്ടുപോയ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ മാത്രമല്ല, അല്ലാതെ ആണെങ്കിൽ പോലും ഇപ്പം പുനീത് രാജ്കുമാർ ആണെങ്കിൽ, ഇർഫാൻ ഖാൻ, നമ്മുടെ നെടുമുടി വേണുചേട്ടൻ എന്ന് തുടങ്ങിയുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരുപാട് ലേൺ ചെയ്ത സ്പേസസ് ആയിരിക്കും ചിലപ്പോൾ. അത്തരം കാര്യങ്ങൾ അതിനുശേഷം ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ പാർവതിക്ക് തോന്നുന്നത്? ഐ കാൻറ്റ് ടോക്ക് അബൌട്ട് ഇറ്റ് ടു ബി ഓണസ്റ്റ്, ബിക്കോസ് ഇതുവരെയൊക്കെ ഞാൻ ഒരുപാട് അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. യു ഗോ ത്രൂ എ ഫിലിം ടുഗെദർ, ദാറ്റ്സ് ആ ഒരു ബോണ്ട്. പിന്നെ നമുക്കതിനെപ്പറ്റി ടു ബി ഓണസ്റ്റ്, ഐ ഹാവൻ തോട്ട് അബൌട്ട് ഇറ്റ് മച്ച്, ബിക്കോസ് ഇഫ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ടു ബി ഓണസ്റ്റ്. എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് loss in terms of death is something that is the only time you will see me not talk about it. Maybe അതെന്ന് വെച്ചാൽ അതിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമൊന്നുമല്ല. It's because I'm busy celebrating them in my head. I'm so always busy celebrating Puneet, വേണുചേട്ടൻ, ചാർലി എന്ന് പറഞ്ഞ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൻഡ് നൗ പുഴൂൽ ലാസ്റ്റ് ഷെഡ്യൂളിലും വി ഹാഡ് എ സീൻ ടുഗെദർ. പാർവതിയുടെ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത ക്യാരക്ടേഴ്സിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ശിവരഞ്ജിനിയും ഇന്നും ചില പെൺകളും, ദേവകി. ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാണ് ഒരു ക്യാരക്ടറിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുന്ന രീതിയിൽ, സെലക്ട് ചെയ്യുന്ന രീതിയിൽ, ആ പ്രോസസ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ല, ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഐ വിൽ ആസ്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഐ തിങ്ക് the kind of questions have changed. കാര്യം ഇറ്റ്സ് ഒരു വളരെ നോർമലായിട്ട് നമ്മളൊരു സംഭവം ചെയ്തു തുടങ്ങും, ഒരു ആക്ടിങ് ആസ് എ ജോബ് ചെയ്തു തുടങ്ങുമ്പോൾ ഞാൻ എത്ര മാക്സിമം ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുമോ അത്ര എടുക്കുമായിരുന്നു. കാര്യം അത് ഹാൻഡി ആയിട്ട് വന്നാലോ, അത് ഉപയോഗത്തിന് വന്നാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ബേസിക്കലി ഒരു ബാഗ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് ഈ ഇൻഫർമേഷൻ അങ്ങനെ ഇട്ടിട്ട് പോകും. എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞും ആ ക്യാരക്ടർ കിടക്കുന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യും. അങ്ങനെ കുറേ ദിവസമൊന്നുമില്ല. ഇൻഫാക്ട് 1 നൈറ്റ് ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പം അതിൻ്റെ എന്തെങ്കിലും നമ്മളെങ്ങനെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നണം. അല്ല അത് നമ്മളെ ഒട്ടും എക്സൈറ്റ് ചെയ്യുന്നില്ല, അത് ചെയ്തേക്കാം എന്നാണെങ്കിൽ ഞാൻ ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ടു ഡു ടു ദ ടീം, എസ്പെഷ്യലി ഓർ ദ ക്യാരക്ടർ. ഇത് നല്ലോണം ഇത്രയും നല്ല എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യാൻ താല്പര്യമുള്ള വേറെ എത്രയോ കുട്ടികളുണ്ടാവും. സോ ദേ ഷുഡ് ഡു ഇറ്റ് ബെറ്റർ. ബട്ട് ദ റീസൺ എൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയില്ല, എൻ്റെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നതിൽ ചില ഇൻഫർമേഷൻ ഞാൻ വിട്ട് കളയാറുണ്ട് ഇപ്പോൾ. ബിക്കോസ് അത് എനിക്ക് തോന്നുന്ന ഒരു അധികപ്പെറ്റാവും എൻ്റെ തലയിൽ, അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ എൻ്റെ പെർഫോമൻസിൽ നിന്ന് എന്നെ ചിലപ്പോൾ ലിമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ അൺനെസസറി ഒരു ബ്രെയിനിൽ ക്ലട്ടറായി കിടക്കും. സോ ആവശ്യം വരുമ്പം ഞാൻ പക്ഷേ ഡെഫിനറ്റ്ലി ചോദിക്കും ആ ചോദ്യങ്ങൾ. അപ്പം ഞാൻ ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചൊരു കാര്യം ചിലപ്പോൾ ഒരു 15 days ആഫ്റ്റർ ഷൂട്ടിങ് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി ഞാൻ അപ്പോൾ ചോദിക്കും. സോ അതിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേയും കൂടെ ഐ എം ലൈക്ക് എ ലിറ്റിൽ മോർ കോൺഫിഡൻറ്റ് ഇൻ ദ പ്രോസസ് ദാൻ ബിഫോർ. അത് ഒരു വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ഒരു സംഭവം കൂടെയാണ്. പണ്ടൊക്കെ ഇറ്റ് യൂസ് ടു ബോദർ മീ വെൻ പീപ്പിൾ സേ കുറേ എത്ര ചോദ്യങ്ങളാണ് കുട്ടി ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കും എന്നോട്. അന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു പിന്നെ അല്ലാതെ ഞാൻ എങ്ങനെ ഈ ജോലി ചെയ്യണ്ടേ? ലൈക്ക് ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ടെലിങ് യു, വിനു, ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഡു യു ആസ്ക് ടു യുവർ സബ്ജക്ട്? ലൈക്ക്
You need to get to know the person, you need to get the truth out of that person, you need to make it engaging for the interview. The same job I'm doing in a different format, like I need all this information to make the most engaging performance possible. And sometimes there are times when chele directors have asked me, can you do it with like zero knowledge, like zero information? ഞാൻ അതും ചെയ്തിട്ടുണ്ട്. Where it's a leap of faith, right? You go there. And എൻ്റെ ഏറ്റവും വലിയ ഫിയർ ഇസ് ദാറ്റ് ഞാൻ പാർവതിയായിട്ട് അഭിനയിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ട് ഞാൻ ആ ഒരു പെർഫോമൻസിലേക്ക്. There are times when directors are like, you just do it, like Charlie and all, like in the first few days. Martin Jan will say, you just do it. എന്തെങ്കിലും മാറ്റണേ ഞാൻ ഒന്ന് പറയാമെന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ തലയിൽ തന്നെ എല്ലാം കാൽക്കുലേറ്റ് എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും ആസ്ക് മീ ടു ചേഞ്ച് സംതിങ്, അങ്ങനെയും ചെയ്യാറുണ്ട്. അതിലൊരു അത് ഒരുപാടാവുമ്പോൾ അത് നമ്മളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു സിനിമ മാത്രമായി പോകുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ അത് ചോദ്യം ചെയ്യാൻ നിൽക്കാറില്ല. ബിക്കോസ് ഇപ്പോൾ ഡയറക്ടറിന് അതാണ് വേണ്ടതെങ്കിൽ ലെറ്റ് ഹിം ഗെറ്റ് ദാറ്റ് ഓർ ലെറ്റ് ഹർ ഗെറ്റ് ദാറ്റ്. സി എക്സോഷൻ ഉണ്ട്, ഓക്കെ, ലൈക്ക് നല്ല ക്ഷീണമുണ്ട്, അത് ഇല്ലയെന്നൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ പേരൻസ് ചേഞ്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ദെം ഗ്രോ അപ്പ്. ഞാൻ തീരുമാനിക്കാതെ എന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല.